നിങ്ങൾക്ക് മാത്സ് പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണോ? ദെൻ യു ആർ നോട്ട് അലോൺ. ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഒരു പേടി സ്വപ്നമാണ് മാത്തമാറ്റിക്സ്. ബട്ട് ഡോണ്ട് വറി ഫ്രണ്ട്സ്, ഹിയർ ഇസ് യുവർ ബ്രദർ. റൈറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും മാത്സിൽ ബെറ്റർ ആവാൻ പറ്റും. സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മാത്സ് വളരെ എഫക്റ്റീവ് ആൻഡ് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 5 ബെസ്റ്റ് ടിപ്സ് ആണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, മാസ്റ്റർ ദ ബേസിക്സ്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ബേസിക്സ് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാത്സ് ഈസി ആവും. ബേസിക്സ്, അതായത് ഈ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഫ്രാക്ഷൻസ്, അൽജിബ്ര ഇതൊന്നും ശരിക്കും അറിയില്ലെങ്കിൽ ദെൻ മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തീരും. ഇതൊരു വീടുണ്ടാക്കുന്ന പോലെയാണ്. ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ എല്ലാം പൊളിഞ്ഞ് താഴെ വീഴും. സോ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ സ്റ്റക്ക് ആകുമ്പോൾ ദെൻ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ ടീച്ചറോടൊക്കെ പോയിട്ട് ചോദിക്കുക. അതിന് മടി കാണിക്കരുത്. അതേപോലെ ഓൺലൈനായിട്ടും പഠിക്കാം. അതും ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ദെൻ ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് ബാക്കി വരുന്നതൊക്കെ ഈസി ആവും. സോ ഫ്രണ്ട്സ്, ഇമാജിൻ കുട്ടികൾക്ക് ബിൽഗേറ്റ്സിൻ്റെ അടുത്ത് നിന്ന് കോഡിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ സുന്ദർ പിച്ചയുടെ കീഴിൽ നിന്ന് AI പഠിക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടിയാൽ എങ്ങനെയുണ്ടാവും? അത് മേ ബി ഇമ്പോസിബിൾ ആയിരിക്കും. ബട്ട് കുട്ടികൾക്ക് ഇനി നീൽകാന്ത് ഭാനു, ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് മാത്സ് പഠിക്കാൻ പറ്റും. യെസ്, ഭാനു ജസ്റ്റ് ഒരു മാത്ത് പ്രൊഡിജി അല്ല, ശകുന്തള ദേവിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത ഒരാളാണ്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ബ്രേക്കിംഗ് ടെക്നിക്സ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ കോഴ്സസ് എല്ലാം കുട്ടികൾക്ക് മാത്സിലൊരു റോക്ക് സോളിഡ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യും. അത് അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യും. ആൻഡ് പിന്നെ അവർക്ക് ഏത് പ്രോബ്ലം കിട്ടിയാലും സോൾവ് ചെയ്യാനും പറ്റും. ഒരു എക്സ്ക്ലൂസീവ് ഓഫർ ഉണ്ട്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 150 ആളുകൾക്ക് അഡീഷണൽ ആയിട്ട് 30% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് UKG മുതൽ 9ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിനാണ്, 5 മുതൽ 15 വരെ പ്രായമുള്ളവർക്ക്. സോ സീറ്റ്സ് ഒക്കെ ലിമിറ്റഡ് ആണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ദെൻ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാം ആൻഡ് മാത്സിൽ ഒരു മാസ്റ്റർ ആയിട്ട് മാറാം. ഓക്കെ, സോ ബാക്ക് ടു വീഡിയോ. നമ്പർ 2, പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് ജസ്റ്റ് കൺസെപ്റ്റ്സ് മനസ്സിലാക്കി വെച്ചുകൊണ്ടായില്ല, അത് അപ്ലൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എത്രത്തോളം പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മാറും. നമുക്ക് ജസ്റ്റ് വായിച്ചു വിടുമ്പോൾ എല്ലാം മനസ്സിലായി എന്ന് തോന്നും. ബട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴാണ് ശരിക്കും അതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ. സോ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ആദ്യമൊക്കെ കുറച്ച് ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, ദെൻ ലെവൽ കൂട്ടി വരിക. ഓരോ തവണ നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്കില്ല് ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആദ്യം കുറച്ച് സ്ലോ ആയിട്ട് തോന്നും, അത് നോർമലാണ്, ഡോണ്ട് വെറി. നമ്പർ 3, ഫോക്കസ് ഓൺ പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ്. പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക. അതായത് ജസ്റ്റ് ഫോർമുലാസ് കാണാപ്പാടും പഠിച്ചുകൊണ്ടായില്ല, അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കുക. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചസ് ഉണ്ടാവും, അത് മനസ്സിലാക്കുക. സംടൈംസ് ഒരു വലിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ ദെൻ അതിനെ ബ്രേക്ക് ചെയ്ത് ചെറിയ പാർട്സ് ആയി കഴിഞ്ഞാൽ ദെൻ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ആൻഡ് ഒരു ബോണസ് ടിപ്പ് പറയാം, പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ തോട്ട് പ്രോസസ്സ് ഉണ്ടാവുമല്ലോ, അതൊന്ന് എഴുതി നോക്കാം. അത് കുറച്ചുകൂടി ഒന്ന് ഓർഗനൈസ്ഡ് ആവാനും ആൻഡ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റുമ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് എന്നൊക്കെ സ്പോട്ട് ചെയ്യാനൊക്കെ കുറച്ചുകൂടി ഈസി ആക്കും. നമ്പർ 4, റിവ്യൂ യുവർ മിസ്റ്റേക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ മിസ്റ്റേക്സ് റിവ്യൂ ചെയ്യാം. മിസ്റ്റേക്സ് നമ്മൾ ഭയക്കേണ്ട കാര്യമല്ല, മിസ്റ്റേക്സ് ആണ് ബെസ്റ്റ് ടീച്ചേഴ്സ്. നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പ്രോബ്ലംസ് ഒന്നുകൂടി എടുത്ത് നോക്കുക. എവിടെയാണ് എന്താണ് തെറ്റ് പറ്റിയത് എന്ന് മനസ്സിലാക്കുക. കാൽക്കുലേഷൻ എറർ ആണോ അതോ എനിക്ക് കൺസെപ്റ്റ് മനസ്സിലാവാത്തതുകൊണ്ടാണോ എന്നൊക്കെ അത് മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടി പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക. ദ മോർ യു ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് ദ ലെസ് ലൈക്ലി യു ആർ ടു റിപ്പീറ്റ് ദം. നമ്പർ 5, യൂസ് വിഷ്വൽ എയ്ഡ്സ് ആൻഡ് ടൂൾസ്. വിഷ്വലി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ലൈക്ക് ഗ്രാഫ്സ്, ഷേപ്സ്, ഇക്വേഷൻസ്, ഇതൊക്കെ നിങ്ങൾ കൺസെപ്റ്റ്സ് പഠിക്കാനായിട്ട് കുറച്ച് ഈസി ആക്കും. നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനായിട്ട് ഒരു ഗ്രാഫ് വരച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ അതായിരിക്കും ബെറ്റർ. അതേപോലെ ഡെസ്മോസ്, ജിയോജിബ്ര ഇത്തരത്തിലുള്ള വെബ്സൈറ്റ്സ് ഒക്കെ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആയിട്ട് പഠിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പ്ലീസ് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് വിഷ്വൽസ്, ദേ ക്യാൻ ബി എ ഗെയിം ചേഞ്ചർ. സോ പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്യാം. ബേസിക്സ് നന്നായിട്ട് പഠിക്കുക, ദെൻ പ്രോബ്ലം സോൾവിങ് സ്കിൽസിൽ ഫോക്കസ് ചെയ്യുക, മിസ്റ്റേക്സ് റിവ്യൂ ചെയ്യുക ആൻഡ് വിഷ്വൽ എയ്ഡ്സും യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാത്സ് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസി ആക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.